എന്റെ ഉസ്താദ് അലി ഇബ്നു ഹീത്ത് റളിയല്ലാഹു അൻഹു, എന്റെ ഉസ്താദ് അലി ഇബ്നു ഹീത്ത് റളിയല്ലാഹു അൻഹു അവരുടെ പേരിലേക്ക് തഖിയത്ത് ചെയ്യണം. അല്ലാഹു ബഹുമാനിച്ചവരെയാണ്. ഉസ്താദിന് രോഗം വന്നാൽ ശിഷ്യനായ എന്റെ വീട്ടിലാണ് വന്ന് വിശ്രമിക്കുക. അങ്ങനെ എന്റെ ഉസ്താദ് അലി ഇബ്നു ഹീത്ത് തങ്ങൾക്കൊരു രോഗം വന്നു. എന്റെ വീട്ടിലേക്ക് വിശ്രമിക്കാൻ വന്നു. വലിയ ചരിത്രമാണ്. മഹാനവറുകൾ പറയുന്നു, ബഹ്ജ എന്ന് പറയുന്ന കിതാബിന്റെ ഉള്ളിൽ 44-ാമത്തെ പേജിലും 45-ാമത്തെ പേജിലും ഈ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, എന്റെ വീട്ടിന്റെ മുമ്പിൽ അന്ന് 2 ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണങ്ങിപ്പോയ മരങ്ങളാണ്. എന്റെ ഉസ്താദ് അലി ഇബ്നു ഹീത്ത് റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു. എന്നിട്ടോ ഉണങ്ങി നിന്ന ഒരു മരത്തിന്റെ മൂട്ടിൽ മഹാനവറുകൾ വുളൂ ചെയ്തു. 2ാമത്തെ മരത്തിന്റെ മൂട്ടിൽ മഹാനവറുകൾ നിസ്കരിച്ചു. ഇത് എന്റെ കെട്ടുകഥകളായിട്ട് ഞാൻ പറയുന്നതല്ല, കിതാബുകളിൽ ഉള്ളതാണ് പരാമർശിക്കുന്നത്. ആ മഹാനായ അലി ഇബ്നു ഹീത്ത് തങ്ങളുടെ ശിഷ്യനായ ശൈഖ് ഇസ്മായിൽ സരീറായ റളിയല്ലാഹു അൻഹു പറയുകയാണ്, 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ആ ഈന്തപ്പനയ്ക്ക് പച്ചപ്പ് വന്നുപോയി. പിന്നെ ഇന്ന് വരെ ഞാൻ ഈ ചരിത്രം എന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നത് വരെ ആ 2 ഈന്തപ്പന മരത്തിനും ഈന്തപ്പഴമില്ലാത്ത സമയം ഉണ്ടായിട്ടില്ല. അതാണ് മഹാന്മാർ. അവര് കരിഞ്ഞ ഒരു മരത്തിനെ പിടിച്ചാൽ അത് മുളയ്ക്കുന്നു. അവരെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്നു. ഒരാളുടെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറുന്നു. ഒരാൾ നന്നാകട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ നന്നാകുന്നു. ഒരാളുടെ കഷ്ടപ്പാട് മാറട്ടെ എന്ന് പറഞ്ഞാൽ അത് മാറുകയാ.